ഹായ് ഓൾ. സിവിൽ സർവീസ് എക്സാം ഇന്ത്യയിൽ ഒരുപാട് സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ യൂത്തിന്റെ വലിയൊരു സ്വപ്നമാണ് ഒരു IAS IPS അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസർ ആവുക എന്നുള്ളത്. അപ്പൊ അതിന്റെ പവർ, പ്രിവിലേജ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ആസ്പെക്ട്സിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ഈ പരീക്ഷ എന്താണെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് പറയാനുള്ളതാണ് നമ്മുടെ ഈ വീഡിയോന്റെ ഉദ്ദേശം. അതായത് ഒരു സ്കൂൾ സ്റ്റുഡന്റിൽ തുടങ്ങി സീരിയസ് സിവിൽ സർവീസ് ആസ്പിരന്റിന് വരെ, അല്ലെങ്കിൽ പാരന്റ്സിന്, അതല്ലെങ്കിൽ ഈ എക്സാം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് സിവിൽ സർവീസസ്? ആദ്യം അത് പരിശോധിക്കാം. ഗവൺമെന്റ് ജോലിക്കാരെ നമ്മൾ സാധാരണ സിവിൽ സർവീൻസ് എന്ന് വിളിക്കാം. എന്നാൽ മിലിറ്ററി ഓഫീസേഴ്സ്, ജുഡീഷ്യൽ ഓഫീസേഴ്സ്, അതേപോലെ MLA, MP, മന്ത്രിമാര്, ഇതല്ലാത്ത ഗവൺമെന്റ് ജോലിക്കാരാണ് ഒഫീഷ്യലി നമ്മൾ സിവിൽ സർവൻസ് എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് ജോലിക്കാരൻ തുടങ്ങി IAS IPS IFS ഓഫീസർമാർ വരെ ഒഫീഷ്യലി സിവിൽ സർവൻസ് ആണ്. എന്നാൽ ഇന്ത്യയിൽ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് നമ്മൾ സിവിൽ സർവീസ് എക്സാം എന്ന് പറയാം. UPSC സാധാരണ ഇന്ത്യയിലത്തെ പ്രധാനപ്പെട്ട പല ഗവൺമെന്റ് ജോലിക്കും എക്സാം നടത്തുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു കമ്മീഷനാണ്. സാധാരണ നമ്മൾ കേരളത്തിലൊക്കെ PSC ഉള്ള പോലെ സെൻട്രൽ ഗവൺമെന്റിൽ UPSC ഉണ്ട്. അപ്പൊ UPSC ഒരുപാട് പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയായിട്ട് നമുക്ക് ഏതിനെ കണക്കാക്കാം? സിവിൽ സർവീസ് എക്സാമിനെ കണക്കാക്കാം. ഈ പരീക്ഷ ആർക്കൊക്കെ എഴുതാം? ഒരു ഡിഗ്രി പാസ്സായിട്ടുള്ള, പ്ലസ് 2 കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഡിഗ്രി പാസ്സായിട്ടുള്ള ആർക്കും ഈ പരീക്ഷ എഴുതാം. അതായത് നിങ്ങൾ പ്ലസ് 2 കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന കോഴ്സിൽ B ഉണ്ട്, അതായത് ബാച്ചിലർ ഉണ്ട്, BCom, BA, BBA, MBBS, BTech, ഇതിലൊക്കെ B ഉണ്ട്, ഇതൊക്കെ ബാച്ചിലർ ആണ്. അപ്പൊ ഒരു ബാച്ചിലർ ഡിഗ്രി ചെയ്ത ആർക്കും സിവിൽ സർവീസ് പരീക്ഷ എഴുതാം. ഇനി നിങ്ങളുടെ ഡിഗ്രിയുടെ ഫൈനൽ ഇയറിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ, ഫൈനൽ ഇയർ എക്സാം എഴുതാൻ പോകുന്നേ ഉള്ളൂ, അങ്ങനെയുള്ളവർക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ്. പിന്നെ ഈ പരീക്ഷ എത്ര തവണ, ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ എഴുതാം എന്നുള്ളതാണ്. ജനറൽ കാറ്റഗറിയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെ 6 തവണ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാം. ഇനി OBCയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ 21 മുതൽ 35 വയസ്സ് വരെ 9 തവണ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാവുന്നതാണ്. നേരെ മറിച്ച് SC ST കാറ്റഗറിക്കാർക്കാണെങ്കിൽ 21 വയസ്സ് മുതൽ 37 വയസ്സ് വരെ ലിമിറ്റ് ഇല്ല. അതായത് ഈ പ്രായത്തിനുള്ളിൽ എത്ര തവണ വേണമെങ്കിലും അവർക്ക് എക്സാം എഴുതാവുന്നതാണ്. ഇനി ഈ എക്സാം എഴുതി എന്താ കിട്ടുക? ഈ എക്സാം വാസ്തവത്തിൽ 23ഓളം പോസ്റ്റുകളിലേക്കുള്ള എക്സാം ആണ്. അതായത് 2 പ്രധാനപ്പെട്ട ഓൾ ഇന്ത്യ സർവീസസും മറ്റ് 21 സെൻട്രൽ സർവീസസിലേക്കും ഉള്ള ഒരു എക്സാം ആണ്. ഇന്ത്യയിൽ ഗവൺമെന്റ് ജോലി 3 കാറ്റഗറിയാണ്: ഓൾ ഇന്ത്യ സർവീസസ്, സെൻട്രൽ സർവീസസ്, സ്റ്റേറ്റ് സർവീസസ്. അപ്പോൾ സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലുള്ള ജോലികളാണ്, അത് കണ്ടക്ട് ചെയ്യാനാണ് PSC ഉള്ളത്. പിന്നെയുള്ള ഓൾ ഇന്ത്യ സർവീസസ്, അത് 3 ഓൾ ഇന്ത്യ സർവീസസ് ഉണ്ട്: ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഇതിൽ ഫോറസ്റ്റ് സർവീസിന്റെ എക്സാമിൽ കുറച്ചൊരു മാറ്റമുണ്ട്. അതായത് സിവിൽ സർവീസിന്റെ ഭാഗമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം, പക്ഷെ അതിന് രണ്ടാമത്തെ ഘട്ടം മുതൽ അത് വേറെ എക്സാമിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫോറസ്റ്റ് സർവീസിനെ അപ്പൊ തൽക്കാലം നമുക്ക് മാറ്റി വെക്കാം. എന്താന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് തുടങ്ങിയ ഈ 2 ഓൾ ഇന്ത്യ സർവീസസിലേക്കും, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട് സർവീസ് തുടങ്ങിയ ഗ്രൂപ്പ് A സർവീസസിലേക്കും, അതേപോലെ തന്നെ ചില ഗ്രൂപ്പ് B സർവീസസ്, ആർമഡ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടർ സിവിൽ സർവീസ്, പോണ്ടിച്ചേരി സിവിൽ സർവീസ്, അങ്ങനെ തുടങ്ങിയ ഒരു 4 ഗ്രൂപ്പ് B സർവീസസിലേക്കുള്ള എക്സാം ആണ് പൊതുവെ, അല്ലെങ്കിൽ അതാണ് ഈ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത്. എന്നാൽ ഈ എക്സാം എഴുതുന്നവരാരും ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസസിനോ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ സർവീസിനോ വേണ്ടിയല്ല ഈ പരീക്ഷ എഴുതുന്നത്. ഐദർ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, പോലീസ് സർവീസ് ഓർ ഫോറിൻ സർവീസ്, ഈ 3 പോസ്റ്റുകൾക്കാണ് ഈ പരീക്ഷ എഴുതുക. പിന്നെ നമ്മുടെ റാങ്കിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് താഴെയുള്ള ഏതെങ്കിലും സർവീസ് കിട്ടുമ്പോൾ നമ്മൾ അത് എടുക്കേണ്ടി വരും എന്ന് മാത്രം. അപ്പൊ അതായത് സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ ഏതൊരു ആസ്പിരന്റിന്റെയും മനസ്സിലുള്ളത് ഒന്നിരിക്കും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസർ ആവുക, അല്ലെങ്കിൽ പോലീസ് സർവീസ് ഓഫീസർ ആവുക, അല്ലെങ്കിൽ ഫോറിൻ സർവീസ് ഓഫീസർ ആവുക എന്നുള്ളതാണ്. ഇനി ഈ എക്സാമിന്റെ പ്രത്യേകത ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ എക്സാമിന് സാധാരണ ഒരു JEE എക്സാമിന്റെയോ അല്ലെങ്കിൽ NEET എക്സാമിന്റെയോ CAT എക്സാമിന്റെ പോലും ടഫ്നെസ് ഈ എക്സാമിന്റെ സിലബസിൽ ഇല്ല. ഇതിൽ പഠിക്കാനുള്ളത് ഹിസ്റ്ററിയും പൊളിറ്റിയും എക്കണോമിയും ജോഗ്രഫിയും കുറച്ച് സയൻസും കുറച്ച് മാത്സും ഒക്കെയാണ്. എന്നാലും ഈ എക്സാം അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും എലൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാം ആണ് എന്നുള്ളതാണ്. അത് ഈ എക്സാം എഴുതുന്ന ആളുകൾ അത്രയും കോമ്പീറ്റ് ചെയ്തിട്ടാണ് ഈ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതും, ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലിയുടെ പവറും പ്രിവിലേജും ആണ് ഈ എക്സാമിന് ഇന്ത്യയിലത്തെ ഏറ്റവും എലൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നത്. ഇനി നമ്മൾ സിവിൽ സർവീസ് എക്സാമിന്റെ സിലബസ് പരിശോധിക്കാം. അതിന് മുന്നേ ഒരു ചെറിയ കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പെട്ടെന്ന് പറയാം. അതായത് നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോഴും ആദ്യം ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. ഞാൻ അതിന് എക്സാമിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ ഡിമാൻഡ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അതായത് ഈ 2 കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി, ഇതെന്നല്ല ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഒന്ന് അതിന്റെ സിലബസ് ആണ്. ആ എക്സാമിന്റെ സിലബസ് എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ
പറ്റുകയാണെങ്കിൽ കാണാതെ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ തറോ ആക്കി മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ രണ്ടാമത്തത് ആ എക്സാമിന്റെ ഇതുവരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഒരു 4-5 വർഷം മുന്നേ വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ഒന്നിരിക്കെ ചെയ്ത് നോക്കിയിട്ടോ അല്ലെങ്കിൽ വായിച്ചു നോക്കിയിട്ടോ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഇത് രണ്ടും നിങ്ങൾ ഓൾറെഡി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ പരീക്ഷ എന്താണ്, ആ പരീക്ഷയ്ക്ക് എന്ത് പഠിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, നിങ്ങൾ ഈ പരീക്ഷയെ കുറിച്ചിട്ട് പല ആൾക്കാരോടും അഭിപ്രായങ്ങൾ ചോദിക്കും, ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു തരും, നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആവും. അപ്പൊ അഭിപ്രായങ്ങൾ ചോദിക്കേണ്ട എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, അഭിപ്രായങ്ങൾ ചോദിക്കാം, എക്സ്പേർട്സിനോട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് സഹായിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ ഇമ്പോർട്ടന്റ് ആണ് ഈ പരീക്ഷയുടെ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പൊ നമുക്ക് ഈ പരീക്ഷ എന്താണ്, സിലബസ് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്താണെന്നൊക്കെ പരിശോധിക്കാം. സിവിൽ സർവീസ് എക്സാമിന് 3 ഘട്ടങ്ങളുണ്ട്: പ്രിലിമിനറി, മെയിൻസ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഓർ ഇന്റർവ്യൂ. അപ്പൊ സാധാരണ ഒരു വർഷത്തിൽ ഒരു ഫെബ്രുവരി മാസത്തിലാണ് സിവിൽ സർവീസ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള സമയം വരിക. ഒരു മാസമൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എല്ലാ വർഷവും മെയ് അവസാനത്തെ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ജൂൺ ആദ്യത്തെ ഞായറാഴ്ചയോ ഒക്കെ ആയിട്ടാണ് ഇപ്പൊ പൊതുവെ ഇതിന്റെ ഒന്നാമത്തെ ഘട്ടമായിട്ടുള്ള പ്രിലിമിനറി എക്സാം നടക്കാം. അപ്പൊ ആദ്യം നമുക്ക് പ്രിലിമിനറി എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിക്കാം. പ്രിലിമിനറി എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിൽ ഉണ്ടാവുക. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്കി കുത്താൻ നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ പറയാം. 2 പേപ്പറാണ് ഈ എക്സാമിൽ ഉള്ളത്, GS1ഉം GS2. GS1 പേപ്പർ 1, GS2നെ CSAT, സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് കൂടി പറയും. ഈ 2 പേപ്പറും 200 മാർക്കിനാണ്. എന്നാൽ പേപ്പർ 1, അതായത് ജനറൽ സ്റ്റഡീസ് 1 സ്കോറിംഗും ജനറൽ സ്റ്റഡീസ് 2 അല്ലെങ്കിൽ CSAT ക്വാളിഫയിങ്ങും ആണ്. അങ്ങനെ പറഞ്ഞാൽ ഈ CSAT, സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള പേപ്പറിൽ നിങ്ങൾക്ക് ഒരു മിനിമം മാർക്ക് ഉണ്ടായാൽ മതി. 200-ൽ 33% മാർക്ക്, അതായത് 67 മാർക്ക് ഉണ്ടെങ്കിൽ ആ പേപ്പർ നിങ്ങൾ ക്വാളിഫൈഡ് ആയി. പിന്നെ പേപ്പർ 1 GS1ലാണ് എന്തുള്ളത്, സ്കോറിംഗ് ഉള്ളത്. അതായത് GS1ന്റെ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾ പ്രിലിംസ് പാസ് ആവോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോ പേപ്പർ 2-ല് GS2-ല് CSAT-ല് നിങ്ങൾ ക്വാളിഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഔട്ട് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഈ പറഞ്ഞ 67 മാർക്കിന്റെ മുകളിൽ മാർക്ക് ഉണ്ട്. അത് എത്രയെന്നുള്ളത് വിഷയമല്ല, 100-ഓ 150-ഓ 120-ഓ 67-ഓ 68 മാർക്കായാലും ഒരേപോലെയാണ്. അത് നിങ്ങൾ ക്വാളിഫൈഡ് ആയി, ഈ എക്സാം ക്വാളിഫൈഡ് ആയി നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. പിന്നെ നിങ്ങളുടെ GS1ന്റെ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾ ഈ പരീക്ഷ പാസ് ആയിട്ടുണ്ടോ. അതായത് ഇപ്പൊ സാധാരണ ഒരു വർഷത്തിൽ ഒരു 12-13 ലക്ഷം ആൾക്കാരാണ് ഈ സിവിൽ സർവീസ് എക്സാം ഇപ്പൊ അപ്ലൈ ചെയ്യാറുള്ളത്. അതിന്റെ പകുതി ആൾക്കാർ അത് എഴുതലുള്ളൂ. ഈ സിവിൽ സർവീസ് എക്സാമിന്റെ ഒരു പ്രത്യേകത, ഇതിന് അപ്ലൈ ചെയ്യാൻ ആകെ 100 രൂപയുള്ളത്, അതും ആണുങ്ങൾക്ക്, പുരുഷന്മാർക്ക്. സ്ത്രീകൾക്ക് പൈസയെ കൊടുക്കണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്യുമെങ്കിലും ഏകദേശം ഒരു പകുതി ആൾക്കാരാണ് എല്ലാ വർഷവും റഫ്ലി ഈ എക്സാം എഴുതാറുള്ളത്. ആ പറഞ്ഞ പകുതി എന്ന് പറയുമ്പോൾ ഒരു 6 ലക്ഷം എന്ന് കണക്കായിക്കോ. ഈ 6 ലക്ഷത്തിൽ നിന്നും 12,000 മുതൽ ഒരു 13,000 14,000 വരെ ആൾക്കാരെയാണ് പ്രിലിംസ് പാസ്സാക്കുക. അപ്പൊ ഈ പ്രിലിംസ് പാസ് ആവുന്നത് GS1ന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി GS1ഉം GS2 എന്താ നോക്കാം. GS1ന്റെ സിലബസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഏരിയാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടോപ്പിക് കറന്റ് ഈവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആണ്. അതായത് കറന്റ് അഫയേഴ്സ്, നാഷണൽ ആയിട്ടുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് സിമ്പിൾ ആയിട്ട് പറയാം. അടുത്തത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ആണ്. അതായത് ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താ വെച്ചാല്, ഇന്ത്യൻ ഹിസ്റ്ററിയെ പൊതുവെ 3 ആയിട്ട് തിരിക്കലുണ്ട്: ഏൻഷ്യന്റ്, മെഡീവല്, മോഡേൺ. അപ്പൊ ഇതില് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഏൻഷ്യന്റും ചോദിക്കാം, മെഡീവലും ചോദിക്കാം, മോഡേണും ചോദിക്കാം. അതിൽ ഏൻഷ്യന്റ് പീരീഡിൽ കൂടുതലും ആർട്ട് ആൻഡ് കൾച്ചർ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. ഹിസ്റ്റോറിക്കൽ ആയിട്ട് ഈ യുദ്ധത്തിൽ ഈ രാജാവ് ജയിച്ചോ അല്ലെങ്കിൽ ആ യുദ്ധത്തിന്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ഉണ്ടായിട്ടുള്ള ആർക്കിടെക്ചറൽ ഫോംസ് അല്ലെങ്കിൽ ആർട്ട് ഫോംസ് അല്ലെങ്കിൽ ഡാൻസ് ഫോംസ്, ഇതൊക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഇനി മോഡേണിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഡയറക്ട്ലി ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളും വരാം. ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും വരാവുന്നതാണ്. മൂന്നാമത്തെ ടോപ്പിക് പറയുന്നത് ഇന്ത്യ ആൻഡ് വേൾഡ് ജോഗ്രഫിയാണ്. അതായത് ജോഗ്രഫി ഇത് സിമ്പിൾ ആയിട്ട് പറയാം. നമ്മളിപ്പോ ഹിസ്റ്ററി, ഇനി പറയാൻ പോകുന്ന എക്കണോമി, പൊളിറ്റി, ഇതൊക്കെ ഇന്ത്യ സ്പെസിഫിക് ആണെങ്കിൽ ജോഗ്രഫിന്റെ കേസിൽ ഇന്ത്യ സ്പെസിഫിക് മാത്രമല്ല, വേൾഡ് ജോഗ്രഫിയും കൂടി ഉണ്ട്. ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെ ജനറൽ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയാം. ഇപ്പൊ ജനറൽ ജോഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാനറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സണ്ണ്, അത് നമുക്ക് ജനറൽ ജോഗ്രഫി എന്ന് പറയാം. പിന്നെ വേൾഡ് ജോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്തത് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഗവേണൻസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്ത് രാജ് എക്സെട്ര. അതായത് ബേസിക്കലി ഈ ഒരു ഏരിയയിൽ കൂടുതലും കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ നമ്മുടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് ചോദിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പോവർട്ടി ഇൻക്ലൂഷൻ, ഡെമോഗ്രാഫിക്സ് എക്സെട്ര. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇന്ത്യൻ എക്കോണമി, ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട ഏരിയകൾ എന്ന് നമുക്ക്
പറയാം. പിന്നെ ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയോൺമെന്റൽ എക്കോളജി, ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, നമ്മൾ സിമ്പിൾ ആയിട്ട് സാധാരണ എൻവയോൺമെന്റ് എന്ന് വിളിക്കും, ഇന്ത്യയുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. പിന്നെ ജനറൽ സയൻസ്, ജനറൽ സയൻസിന്റെ ബ്രാക്കറ്റിൽ UPSCയുടെ സിലബസിൽ തന്നെ പറയുന്നുണ്ട് 10th ലെവൽ എന്ന്. അപ്പൊ അതായത് സയൻസ്, ബേസിക് ആയിട്ടുള്ള സയൻസ് ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. ഇപ്പൊ വരാറുള്ള ചോദ്യങ്ങൾ കൂടുതലും ബേസിക് സയൻസ് ക്വസ്റ്റ്യൻസിന്റെ കൂടെ സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അതായത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ലോകത്ത് നടത്തുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സയന്റിഫിക് ഇൻവെൻഷൻസോ അല്ലെങ്കിൽ ഇന്ത്യയുടെ സയൻസിലുള്ള കോൺട്രിബ്യൂഷൻസോ ഒക്കെ ആയിട്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഈ സിലബസ് എക്സാം നടത്തുന്ന UPSC പ്രൊവൈഡ് ചെയ്യുന്ന പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള സിലബസ് ആണ്. UPSC എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുമ്പോൾ സിലബസ് നമുക്ക് തരും. സിലബസിൽ വർഷാവർഷം മാറ്റങ്ങളൊന്നും ഉണ്ടാവാറില്ല. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വന്നിട്ട് ഇപ്പോൾ 2013 ലാസ്റ്റ് മാറ്റം വന്നിട്ടുള്ളത്. അതിനുശേഷം മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ എന്തായാലും ഇത് കൃത്യമായിട്ട് UPSC പറയുന്ന സിലബസ് ആണ് സിവിൽ സർവീസിനുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഒരു എക്സാമ്പിൾ നമ്മളെ ഈ ഒരു പേപ്പർ 1 കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചൊരു എക്സാമ്പിൾ ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ. കൺസിഡർ ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് വെഹിക്കിൾസ്: ഫുൾ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾസ്, ഹൈഡ്രജൻ ഫ്യൂൽ സെൽ വെഹിക്കിൾസ്, ഫ്യൂൽ സെൽ ഇലക്ട്രിക് ഹൈബ്രിഡ് വെഹിക്കിൾസ്. ഹൗ മെനി of the above are considered as alternative powertrain vehicles? ഇതിൽ ഏതൊക്കെയാണ് alternative powertrain vehicles എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന്റെ രൂപങ്ങൾ നോക്കിയാൽ സാധാരണ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്, അല്ലെങ്കിൽ ആരാണ് ആദ്യമായിട്ട് ഇത് ചെയ്തത്, ഇങ്ങനെയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളല്ല സിവിൽ സർവീസിന് ഉണ്ടാവും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പാർഡനിങ് പവറുമായിട്ട് ചില സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്യാൻ പറയണം. അതായത് ഇന്ത്യൻ പ്രസിഡന്റിന് ഒരു ആളെ ഇപ്പൊ തൂക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ വേറെ ഏത് ശിക്ഷയ്ക്ക് വിധിച്ച ആൾക്കും മാപ്പ് കൊടുക്കാൻ പറ്റും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ്. എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. The exercise of this power by the president can be subjected to limited judicial review. The president can exercise this power without the advice of central government. അങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതായത് പ്രസിഡന്റിന്റെ ഈ ഒരു നിലപാട്, പ്രസിഡന്റിന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം ജുഡീഷ്യറി ഒക്കെ തീരുമാനം എടുക്കുന്ന അവസാനത്തെ തീരുമാനമാണെങ്കിൽ പോലും പ്രസിഡന്റിന്റെ ഈ തീരുമാനം പോലും കോടതിക്ക് ചോദ്യം ചെയ്യാന്നുള്ളത് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രസിഡന്റിന് ഈ ഒരു പവർ സെൻട്രൽ ഗവൺമെന്റിനോട് ചോദിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാന്നുള്ളതാണ്. അത് ശരിയല്ല. പ്രസിഡന്റ് എന്ന പേരിന് പറയുമ്പോഴും പ്രസിഡന്റ് ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെന്റിന്റെ അഡ്വൈസിനനുസരിച്ചിട്ടാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇവിടെ ആൻസർ വരിക A only എന്നുള്ള, അല്ലെങ്കിൽ only 1 എന്നുള്ള A ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോ നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ പേപ്പർ 2ന്റെ GS2ന്റെ സിലബസ്, സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന പേപ്പറിന്റെ സിലബസിലേക്ക് വരുമ്പോൾ കോംപ്രിഹെൻഷൻ, അതായത് പാരഗ്രാഫ് വന്നിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ നമ്മൾ ഈ പറഞ്ഞ MCQ നമ്മൾ ആൻസർ കണ്ടെത്തി കൊടുക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ ഇപ്പോൾ സാധാരണ പാരഗ്രാഫ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ സിമ്പിൾ ആയിട്ടാണെന്ന് വിചാരിക്കേണ്ട, അത്യാവശ്യം കോംപ്ലിക്കേറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അതേപോലെ ഇന്റർപേഴ്സണൽ സ്കിൽസ് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ലോജിക്കൽ റീസണിംഗ്, അനലിറ്റിക്കൽ എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ്, problem solving, general mental ability, basic numeracy class 10th level, data interpretation class 10th level, ഇതൊക്കെയാണ് ഇവിടെ ഉള്ള അല്ലെങ്കിൽ ഈ പേപ്പറിലുള്ള ഏരിയാസ്. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ന്യൂമറിക്കൽ ഓർ മെന്റൽ എബിലിറ്റി, മാത്സിന്റെ കണക്കിലെ കളികൾ പോലുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ നമ്മുടെ യുക്തി പരിശോധിക്കാനുള്ള റീസണിങ് ക്വസ്റ്റ്യൻസ്. ഇതാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരിക. അപ്പൊ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ചിലപ്പോൾ നമ്മള് വാട്സപ്പിലൊക്കെ കാണലുണ്ട് ഇത് സിവിൽ സർവീസിൽ ചോദിച്ച ചോദ്യമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ കാണലുണ്ട്. അത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും ഇന്നേ വരെ സിവിൽ സർവീസിൽ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. കാരണം ഈ പരീക്ഷ എന്ന് പറയുമ്പോൾ ഈ പരീക്ഷ ഒക്കെ ജനറൽ സ്റ്റഡീസ് ഫസ്റ്റും ജനറൽ സ്റ്റഡീസ് സെക്കൻഡും 2 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കേണ്ട പരീക്ഷയാണ്. അപ്പൊ 2 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കേണ്ട പരീക്ഷയിൽ ഇപ്പോൾ ജനറൽ സ്റ്റഡീസ് ഫസ്റ്റിൽ 100 ചോദ്യങ്ങളാണുള്ളത്, ജനറൽ സ്റ്റഡീസ് സെക്കൻഡിൽ 80 ചോദ്യങ്ങളാണ്. അപ്പൊ ഈ 100 ചോദ്യങ്ങളും 80 ചോദ്യങ്ങളും ഒക്കെ പെട്ടെന്ന്, അതായത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സമയം, ഒരു ക്വസ്റ്റ്യന്റെ പുറത്ത് തന്നെ 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ കാര്യമുണ്ടോ, പിന്നെ ആകെ 10 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം പോലും തികച്ചു കിട്ടൂല. അപ്പൊ അങ്ങനെയല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എത്ര ഫാസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് മാത്രമാണ്. ഒരുപാട് ഭയങ്കര ടഫ് ഒന്നുമില്ല, സിമ്പിൾ സാധനങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. ഇപ്പൊ നമ്മളത് നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ 2 സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു കുട്ടിക്ക് ഒരു പരീക്ഷ പാസ്സാവണമെങ്കിൽ 40% മാർക്ക് വേണം. സപ്പോസ് ഒരു കുട്ടിക്ക് 30 മാർക്ക് കിട്ടി, എന്നാൽ ആ കുട്ടി 30 മാർക്കിന് തോറ്റു. അങ്ങനെയാണെങ്കിൽ ആ എക്സാമിലെ മാക്സിമം മാർക്ക് എത്രയായിരിക്കും? അപ്പൊ ഇവിടെ പറഞ്ഞത് 40% പാസ്സാവാൻ വേണ്ടത്. 30 കിട്ടിയ കുട്ടി 30 മാർക്കിന് തോറ്റിട്ടുണ്ട്. അപ്പൊ 30+30 60 മാർക്കാണ് പാസ്സാവാനുള്ള മാർക്ക്, അതായത് 40% മാർക്ക്. അപ്പൊ 60 മാർക്കാണ് 40% മാർക്ക് എന്ന് കിട്ടിയാൽ 150 മാർക്കാണ് 100% മാർക്ക് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉള്ളു, ഞാൻ എല്ലാം കൂടി ഡിസ്കസ് ചെയ്ത് സമയം കളയണില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഈ 2 പേപ്പറിന്, അതായത് സാധാരണ ഒരു ഞായറാഴ്ച രാവിലെയാണ് GS1 ഉണ്ടാവുക, രാവിലെ 9:30 മുതൽ 11:30 വരെ.
പിന്നെ 2:30 മുതൽ 4:30 വരെയാണ് GS2 എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അതായത് ഇപ്പൊ 100 മാർക്കിന്റെതാണ് 2 പേപ്പറും. ഒന്നാമത്തെ പേപ്പറിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ 100 ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. GS1 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 2 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്. ടോട്ടൽ 200 മാർക്കിന്. ഇതിന് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ തെറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ 1/3 നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യന് 0.6 നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ നെഗറ്റീവ് മാർക്കും ഉണ്ടാവില്ല. ഇനി ഇത് രണ്ടാമത്തെ പേപ്പറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 80 ചോദ്യങ്ങളുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യന് 2.5 മാർക്ക് ഉണ്ട്. അപ്പൊ നെഗറ്റീവ് മാർക്ക് അവിടെ 0.8 ആയിട്ട് വരും. ഇതാണ് പ്രിലിംസ് എക്സാമുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് ഇതിൽ GS1 മാർക്ക് വെച്ചിട്ടാണ് നിങ്ങളെ പ്രിലിംസിൽ നിന്നും അടുത്ത ഘട്ടമായിട്ടുള്ള മെയിൻസിലേക്ക് പാസ്സാക്കുക. അവിടെ ശ്രദ്ധിക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ 200 മാർക്കിൽ എത്ര മാർക്ക് വേണ്ടി വരും നമ്മൾ ഈ പറഞ്ഞ പ്രിലിംസ് പാസ്സായി മെയിൻസ് എക്സാം എഴുതാൻ? ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ശരിക്കും ഒരു 50% മാർക്ക് പോലും വേണ്ട എന്നുള്ളതാണ് സത്യം. എറൗണ്ട് ആട്ടോ, ഓരോ വർഷവും മാറി മറിയും. അപ്പോ എത്ര ആൾക്കാരെ പ്രിലിംസ് പാസ്സാക്കുന്നുണ്ട്, ആ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് പരീക്ഷന്റെ ടഫ്നെസ്സിനനുസരിച്ചൊക്കെ ഒരു 100ന്റെ താഴെയും മുകളിലൊക്കെ ആയിട്ട്, മുകളിലേക്ക് വളരെ അപൂർവമായിട്ടേ പോയിട്ടുള്ളൂ. കട്ട് ഓഫ് എന്നാണ് സാധാരണ അതിന് പറയാം. അതായത് പ്രിലിംസ് പാസ്സാകാൻ വേണ്ട മിനിമം മാർക്ക്. അത് ചിലപ്പോൾ 95, 85, 80 താഴെ പോയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തായാലും എറൗണ്ട് ഒരു 50% മാർക്ക് ഉള്ള ആള് പ്രിലിംസ് പാസ്സാവും എന്നുള്ള കാര്യം ഏകദേശം നല്ല ഒരു 99% ഉറപ്പാണ്. സോ ഈ പ്രിലിംസ് എക്സാം എഴുതിയാൽ ഒരു 19-20 ദിവസത്തിനുള്ളിൽ അതിന്റെ റിസൾട്ട് വരും. വളരെ ഫാസ്റ്റ് ആണ്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു 3 മാസമാണ് നമുക്ക് മെയിൻ എക്സാമിന് ഉണ്ടാവുക. അതായത് സാധാരണ ഒരു സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ ആയിട്ടാണ് മെയിൻ എക്സാം നടക്കാറുള്ളത്. മെയിൻ എക്സാം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പിക്ചറാണ്. ശരിക്കും പ്രിലിംസ് എക്സാം, പ്രിലിമിനറി എക്സാം ഒരു അരിപ്പയാണ്. അതായത് സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഒരു IAS ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും വളരെ സീരിയസ് ആയിട്ടുള്ള 12,000, 13,000 ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അരിപ്പ മാത്രമാണ് പ്രിലിംസ് എക്സാം. കളി കിടക്കുന്നത് മെയിൻസിലാണ്. മെയിൻസും ഇന്റർവ്യൂവും, ശരിക്കും ഇന്റർവ്യൂ എന്ന് പറയുന്നത് മെയിൻസിന്റെ ഒരു സബ് പാർട്ടാണ്. അപ്പൊ ഈ മെയിൻസിന്റെ മാർക്കാണ്, നിങ്ങളുടെ ഇന്റർവ്യൂ അടക്കമുള്ള മെയിൻസിന്റെ മാർക്കാണ് നമ്മുടെ ഫൈനൽ റാങ്കും അതേപോലെ തന്നെ നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അപ്പൊ മെയിൻസിലേക്ക് വരുമ്പോൾ റിട്ടൺ എക്സാം ആണ് നമ്മൾ എഴുതി ഇപ്പൊ ഫലിപ്പിക്കുക തന്നെ വേണം. 2 പേപ്പറുള്ള പ്രിലിംസിന്റെ ഭാഗത്ത് ഇവിടെ 9 പേപ്പറുകൾ ഉണ്ട്. അതിൽ 2 എണ്ണം ക്വാളിഫയിങ് ആണ്, 7 എണ്ണം സ്കോറിംഗ് ആണ്. സ്കോറിംഗ് എന്ന് പറയുമ്പോൾ 250 മാർക്കിനാണ് ഓരോ പേപ്പറും. 7x250 മൊത്തം 1750 മാർക്കിനാണ് മെയിൻസ് എക്സാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ക്വാളിഫയിങ് ആയിട്ടുള്ള 2 പേപ്പർ എയും പേപ്പർ ബിയും, രണ്ടിനും 300 മാർക്കാണ് ടോട്ടൽ മാർക്ക്. പേപ്പർ എ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. അതായത് നമ്മുടെ മാതൃഭാഷ ഏതാണോ അത്. ഇപ്പൊ മലയാളം ലാംഗ്വേജ്, ഇപ്പൊ മലയാളം ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യാൻ, നമ്മുടെ ലാംഗ്വേജ് സ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് അതിലുണ്ടാവുക. പേപ്പർ ബി എന്ന് പറഞ്ഞാൽ കമ്പൽസറി ഇംഗ്ലീഷ് ആണ്. അതായത് നമ്മുടെ ഇംഗ്ലീഷിന്റെ ആ ഒരു പരിജ്ഞാനം, അത് സാധാരണ ഈ 2 പേപ്പറുകൾക്കും ആരും കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാറില്ല. 1-2 ദിവസത്തെ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ ഈ പേപ്പർ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് മിനിമം മാർക്ക് ഉണ്ടായാൽ മതി. ഒരു 25% മിനിമം മാർക്ക് ഉണ്ടായാൽ ഈ 2 പേപ്പറും നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. ഇനി നമ്മുടെ സ്കോറിംഗ് പേപ്പറിലേക്ക് വരുമ്പോൾ 7 പേപ്പറുകളുണ്ട്. പേപ്പർ 1 എസ് എ 250 മാർക്ക് 2 ചോദ്യമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ പേപ്പർ 1 പാർട്ട് എ ബി എന്ന് 2 പാർട്ട് ഉണ്ടാവും. ഒരു പാർട്ടിൽ 4 ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ ഒരു ചോദ്യം ഏതെങ്കിലും ഒന്ന് എഴുതാം. പാർട്ട് ബിയിലും 4 ചോദ്യങ്ങൾ ഉണ്ടാവും. ഏതെങ്കിലും ഒന്ന് എഴുതാം. അതായത് ഒരു ക്വസ്റ്റ്യന് 250 മാർക്ക്, 125 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്. 2 ക്വസ്റ്റ്യനും കൂടി 250 മാർക്ക്. എസ് എ സാധാരണ എന്തെങ്കിലും ഒരു ജനറൽ ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടാവുക. ഏതെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനെ കുറിച്ച് എഴുതാനോ, അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ സ്ത്രീകളുടെ എംപവർമെന്റ്, അങ്ങനെ വളരെ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എസ് എയിൽ കാണാറുള്ളത്. എസ് എ കഴിഞ്ഞാൽ GS തുടങ്ങി. GS1, GS2, GS3, GS4 എന്ന് പറഞ്ഞ 4 പേപ്പറുകളുണ്ട് ഇനി അടുത്തത്. അപ്പൊ അതിൽ GS1 നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്ത് നോക്കാം. GS1ന്റെ സിലബസ് ഇപ്പൊ സാധാരണ UPSC പറഞ്ഞുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഉണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാനുള്ളത്. ഈ സിലബസ് ജനറൽ സ്റ്റഡീസ് 250 മാർക്സ് ഉണ്ട്. ഇന്ത്യൻ ഹെറിറ്റേജ്, കൾച്ചർ, ഹിസ്റ്ററി, ജോഗ്രഫി ഓഫ് ദി വേൾഡ് ആൻഡ് സൊസൈറ്റി എന്നുള്ള ഹെഡിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് അതിന്റെ സബ് ടോപ്പിക്കുകളുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആണ് മെയിൻസിന് UPSC പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് മാറ്റുകയാണെങ്കിൽ GS1 സ്റ്റാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതായത് പുതിയ മാറ്റങ്ങളും അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സുമായിട്ട് വല്ല റിലേഷൻ ഒന്നും ഉണ്ടാവില്ല. ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ സൊസൈറ്റിയുടെ സ്വഭാവങ്ങൾ, സമൂഹത്തിന്റെ സ്വഭാവങ്ങൾ, ഇത് വളരെ സ്റ്റാറ്റിക് ഏരിയ ആണ്. അതായത് GS1 സ്റ്റാറ്റിക് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പൊ അതിൽ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ കൾച്ചർ ഉണ്ട്. നമ്മൾ ഏൻഷ്യൻ മിഡീവലിന്റെ ഇന്ത്യൻ കൾച്ചർ എന്ന് വിളിക്കണം നല്ല, കാരണം ക്വസ്റ്റ്യൻസ് അങ്ങനെ വരില്ല.
ഇതിന് പുറമെ പ്രിലിംസിൽ ഈ 2 ടോപ്പിക്കാണ്. അതിന് പുറമെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഹിസ്റ്ററി ഉണ്ട്, മോഡേൺ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ചരിത്രമുണ്ട്, പിന്നെ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി കംപ്ലീറ്റ് ഇല്ല, മോഡേൺ വേൾഡ് ഹിസ്റ്ററി അതായത് ഒരു 18ാം നൂറ്റാണ്ട് മുതലുള്ള വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി ഉള്ളത്, പിന്നെ ഇന്ത്യൻ സൊസൈറ്റി സാലിയൻ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതുണ്ട്. അപ്പൊ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. വൈ ഈസ് ഇന്ത്യ കൺസിഡർഡ് ആസ് എ സബ് കോണ്ടിനെന്റ്? എലോബറേറ്റ് യുവർ ആൻസർ. ഇന്ത്യൻ എന്തുകൊണ്ടാണ് ഒരു ഉപഭൂഖണ്ഡം എന്ന് വിളിക്കുന്നത്? അപ്പൊ നമുക്ക് അറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. 4ൽ 3 ഭാഗത്തും എന്താണ്? കടലാണ്. അപ്പോൾ അതിന്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ എഴുതാന്നുള്ളതാണ്. അപ്പൊ അതേപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നാണ് വാട്ട് ഈസ് ക്രിപ്റ്റോ കറൻസി? ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ശരിക്കും ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അത് ശരിക്കും സയൻസ് എന്നുള്ള ഒരു ഏരിയയാണ്. പക്ഷെ ഇവിടെ സയൻസ് എന്നുള്ള ടോപ്പിക് ഈ ഒരു GS1 സിലബസിലില്ല. പക്ഷെ അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പോയി നോക്കിയാൽ നമുക്ക് എന്തുകൊണ്ടാണ് അത് ഈ ഒരു ഭാഗത്ത് ചോദിച്ചെന്ന് മനസ്സിലാവും. ഹൗ ഡസ് ഇറ്റ് എഫക്ട് ഗ്ലോബൽ സൊസൈറ്റി? ഹാസ് ഇറ്റ് ബീൻ അഫക്ടിങ് ഇന്ത്യൻ സൊസൈറ്റി ആൾസോ? അപ്പോൾ സൊസൈറ്റിയുമായി കണക്ട് ആക്കിയിട്ട് ഒരു സയൻസ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ മനസ്സിലാവാൻ നല്ലതാണ്. ഇവിടെ ഞാൻ വേറെ കാര്യം പറയാൻ മറന്നുപോയി. ഈ GS1, 2, 3, 4 ആണല്ലോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തത്. GS1 ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇതിന് 1ഉം 2ന്റെയും 3ന്റെയും ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരേ പാറ്റേണിലാണ് വരാറുള്ളത്. അതായത് മൊത്തം 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ 20ൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് 10 മാർക്കിനായിരിക്കും. 10 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻസും പിന്നത്തെ 10 ക്വസ്റ്റ്യൻസ് 15 മാർക്കിനായിരിക്കും. ഈ 10 ക്വസ്റ്റ്യൻസിന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് 150 വേർഡിലും 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് 250 വേർഡിലാണ് ആൻസർ എഴുതേണ്ടത്. ചില മാറ്റങ്ങളൊക്കെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറുണ്ട്. ചിലപ്പോൾ 10 മാർക്കിന്റെയും 15 മാർക്കിന്റെയും പകരം 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം 20 ചോദിക്കലുണ്ട്. പക്ഷെ പൊതുവെ ഈ ഒരു സ്വഭാവമാണ് നമ്മൾ കാണാറുള്ളത്. ഇനി പേപ്പർ 2ലേക്ക് വരുമ്പോൾ GS സെക്കൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഇതിന്റെ ഡീറ്റെയിൽ സിലബസ് ആണ് ഈ കാണുന്നത്. ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പോളിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറഞ്ഞിട്ട് മെയിൻ ഹെഡിങ്ങും സബ് ടോപ്പിക് ആയിട്ട് കുറെ പോർഷൻസ് ഉണ്ട്. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ പോളിറ്റി ആണ് ഒരു മേജർ ടോപ്പിക്. അതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അഡ്മിനിസ്ട്രേഷൻ, ഗവേണൻസ്, ജസ്റ്റിസുമായി സോഷ്യൽ ജസ്റ്റിസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ മേജർ ടോപ്പിക് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. പേര് ഇന്റർനാഷണൽ റിലേഷൻസ് ആണെങ്കിലും ഇവിടെ കൂടുതൽ ചോദ്യങ്ങളും ഇന്ത്യയിലെ ഇന്റർനാഷണൽ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട, അതായത് ഇന്ത്യ രാജ്യത്തിന് മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻസ്, അല്ലെങ്കിൽ മറ്റുള്ള അന്താരാഷ്ട്ര സംഘടനകളുമായിട്ടുള്ള റിലേഷൻസ്, അല്ലെങ്കിൽ മറ്റുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ തീരുമാനങ്ങൾ എങ്ങനെ ഇന്ത്യയെ സ്വാധീനിക്കുന്നു, മറ്റ് രാജ്യങ്ങളുടെ തീരുമാനം എങ്ങനെ ഇന്ത്യയെ സ്വാധീനിക്കുന്നു, ഇന്ത്യക്കാരുണ്ടാവുമല്ലോ ഇപ്പൊ ഇന്ത്യയിൽ പുറത്ത് വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാര്, അവിടെ ആ രാജ്യങ്ങൾ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻസ്, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യവും ആ രാജ്യവും തമ്മിലുള്ള റിലേഷൻസിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ആളുകൾ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻസ്. ഇന്ത്യൻ ഡയസ്പോറ എന്നുള്ളതാണ് ഈ ഒരു ഇന്ത്യക്കാർ, ഇന്ത്യക്ക് പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ ഇന്ത്യൻ ഡയസ്പോറ എന്നാ വിളിക്കുക. ശരിക്കും ഇന്ത്യൻ ഡയസ്പോറ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് ഇന്ത്യൻ പാസ്പോർട്ടുള്ള ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകൾ ഇന്ത്യൻ ഡയസ്പോറ എന്ന് വിളിക്കും. രണ്ടാമത്തത് അവർ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആവൂല, അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺസ് ആവൂല ഒഫീഷ്യലി, പക്ഷെ അവർക്ക് ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടായിരിക്കും. അവരെ ഫോർ ഫാദേഴ്സ് ഇന്ത്യൻസ് ആവാം, അവരെ സ്പൗസസ് ഇന്ത്യൻസ് ആവാം. അപ്പൊ ഇവരാണ് ഇന്ത്യൻ ഡയസ്പോറ എന്ന് വിളിക്കുക. അപ്പൊ ഇന്ത്യൻ ഡയസ്പോറ നടത്തുന്ന കോൺട്രിബ്യൂഷൻസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ത്യൻ ഇന്റർനാഷണൽ റിലേഷൻസിൽ പൊതുവെ വരാറുള്ളത്. അപ്പൊ നമുക്ക് GS2 നമുക്ക് ഒരു പൊളിറ്റിക്കൽ സയൻസ് പേപ്പർ, സിവിൽ സർവീസിന്റെ പോയിന്റ് ഓഫ് വ്യൂലുള്ള ഒരു പൊളിറ്റിക്കൽ സയൻസ് പേപ്പർ എന്ന് നമുക്ക് GS2 വിളിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണമെങ്കിൽ, ടു വാട്ട് എക്സ്റ്റെന്റ് ഇൻ യുവർ വ്യൂ പാർലമെന്റ് ഈസ് ഏബിൾ ടു എൻഷുർ അക്കൗണ്ടബിലിറ്റി ഓഫ് എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യ? ഇന്ത്യ ഒരു പാർലമെന്ററി സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മന്ത്രിമാരെ, നമ്മുടെ എക്സിക്യൂട്ടീവിനെ പാർലമെന്റേറിയൻസിന്, ലെജിസ്ലേറ്റേഴ്സിന് ചോദ്യം ചെയ്യാൻ പറ്റും. ഇപ്പൊ അമേരിക്ക പ്രസിഡന്റ് സിസ്റ്റം ആയതുകൊണ്ട് അവിടെ മന്ത്രിമാരെ ആർക്ക് തൊടാൻ പറ്റില്ല, അല്ലെങ്കിൽ ആർക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ പാർലമെന്റിനെ ഡയറക്ട്ലി ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. രണ്ടാമത്, ക്രിട്ടിക്കലി എക്സാമിൻ ദ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് SCO. വാട്ട് ഇമ്പോർട്ടൻസ് ഡസ് ഇറ്റ് ഹോൾഡ് ഫോർ ഇന്ത്യ? ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നാണ് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിൽ ഇന്ത്യക്ക് കുറച്ച് മുന്നേ മെമ്പർഷിപ്പ് കിട്ടിയില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഓക്കെ, ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2, 3, 4 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് അനലൈസ് ചെയ്യൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത 2 GS പേപ്പർ, അതിൽ GS തേർഡിലേക്ക് വരുമ്പോൾ GS തേർഡിന്റെ ഈ പറഞ്ഞ പോലെ UPSC പ്രിസ്ക്രൈബ് ചെയ്യുന്ന സിലബസ് ടെക്നോളജി, എക്കണോമിക് ഡെവലപ്മെന്റ്, ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെന്റ്, സെക്യൂരിറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതിന്റെ കീഴിൽ കുറെ സബ് ടോപ്പിക്കുകൾ. നമ്മളത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മേജർ GS3 ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ടോപ്പിക് ഇന്ത്യൻ എക്കോണമിയാണ്. അതിൽ ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഇന്ത്യൻ അഗ്രികൾച്ചർ, ബഡ്ജറ്റ്, ഇന്ത്യൻ ഇൻഡസ്ട്രി, ഇൻഫ്രാസ്ട്രക്ചർ, സർവീസസ്, ഈ ഏരിയയിൽ നിന്നൊക്കെ അവിടെ ചോദ്യങ്ങൾ വരാം. പിന്നെ ഉള്ളത് സയൻസ് ആൻഡ് ടെക്നോളജി. ഞാൻ പറഞ്ഞു, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളല്ല, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന സയന്റിഫിക് ഇൻവെൻഷൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, അല്ലെങ്കിൽ നമ്മുടെ ന്യൂക്ലിയർ ടെക്നോളജി, മിസൈൽ ടെക്നോളജി, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അവിടെ ഉണ്ടാവുക. പിന്നെ ഇന്ത്യൻ പരിസ്ഥിതി, എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഒരു ഡ്രോട്ട് ഉണ്ടായാലും എന്ത് ചെയ്യണം, ഒരു സുനാമി ഉണ്ടായാലും എന്ത് ചെയ്യണം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്റേണൽ സെക്യൂരിറ്റി, അതായത് ആഭ്യന്തര സുരക്ഷ എന്ന് പറയും, ഇന്ത്യക്ക് അകത്തുള്ള സുരക്ഷ, അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്തുള്ള സെക്യൂരിറ്റി. അപ്പൊ ഈ ഏരിയകളാണ് GS3 നമ്മൾ GS1 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
അതൊരു സ്റ്റാറ്റിക് പേപ്പർ ആണെങ്കിൽ GS3 നമുക്ക് ഡൈനാമിക് പേപ്പർ എന്ന് വിളിക്കാൻ പറ്റും. കാരണം വളരെയധികം അപ്ഡേറ്റ്സ് നടക്കുന്ന ഡെയിലി വൈസിൽ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ഒരുപാട് അപ്ഡേറ്റ്സ് നടക്കാവുന്ന മേഖലയാണ് GS3 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. GS2 വരുമ്പോൾ കംപ്ലീറ്റ്ലി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ഏരിയയാണ്. അങ്ങനെ GS1, 2, 3 ഏകദേശം ഒരേ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരിക. 10 മാർക്കേഴ്സ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ 15 മാർക്കേഴ്സ് ക്വസ്റ്റ്യൻസ്. ഒരു കാര്യം ഇവിടെ ഞാൻ പറയാൻ പറഞ്ഞു, മെയിൻസിന്റെ ആൻസർ എഴുതേണ്ടത് ക്വസ്റ്റ്യൻ കം ആൻസർ ബുക്ക്ലെറ്റിലാണ്. അതായത് ആൻസർ എഴുതേണ്ട പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, പിന്നെ സ്പേസ് ഉണ്ടാവുക, ഗ്യാപ്പ് ഉണ്ടാവും, എഴുതാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ വളരെ കുറച്ച്, അതായത് ഇപ്പൊ ഒരു 150 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഏറിപ്പോയാൽ 2 പേജേ ഉണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ 250 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഏറിപ്പോയാൽ 3 പേജേ ഉണ്ടാവുള്ളൂ. ആ പേജിന്റെ ഉള്ളിൽ, ആ ഒരു ഗ്യാപ്പിന്റെ ഉള്ളിൽ വേണം നമ്മൾ എഴുതാൻ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട്. ഇനി GS1, 2, 3 കഴിഞ്ഞ് GS4 വരുമ്പോൾ സ്വഭാവം മാറുന്നുണ്ട്, ക്വസ്റ്റ്യൻസിന്റെ സ്വഭാവമൊക്കെ മാറുന്നുണ്ട്. കാരണം GS4 എത്തിക്സ് പേപ്പറാണ്. ഈ എത്തിക്സ് പേപ്പറിന്റെ പ്രത്യേകത പ്രിലിംസുമായിട്ട് ഇതിനൊരു ബന്ധമില്ല. അപ്പൊ ഇവിടെ എത്തിക്സിന് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് UPSC, ഒരു ഹെഡിങ്ങും കുറെ സബ് ടോപ്പിക്കും പറയുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സിവിൽ സർവന്റിന്, ഒരു IAS ഓഫീസർ, IPS ഓഫീസർ ആവാൻ വേണ്ട ആൾക്ക് ആ ക്വാളിറ്റികളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ. അപ്പൊ അതിന്റെ സിലബസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫറൻസ്, ഹ്യൂമൻ വാല്യൂസ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഫൗണ്ടേഷൻ വാല്യൂസ് ഫോർ സിവിൽ സർവീസ്, ഇമോഷണൽ ഇന്റലിജൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുക. ഇതിന്റെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എന്ന് നോക്കുകയാണെങ്കിൽ ഒരു 120, 125 മാർക്കിന് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും. ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു സിവിൽ സർവന്റ് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഗാന്ധിജി പറഞ്ഞ ഇമ്പോർട്ടന്റ് കോട്ട് എന്നിട്ട് അത് എലോബറേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ബാക്കി 125 കഴിഞ്ഞാൽ ബാക്കി 125 മാർക്ക് ഉണ്ടാവുമല്ലോ, 250 ആണല്ലോ ടോട്ടൽ. അവിടെ കേസ് സ്റ്റഡീസ് ആണ് ഉണ്ടാവുക. കേസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഒരു സാഹചര്യം തരും. ഇപ്പോൾ നിങ്ങൾ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ്, ഒരു കളക്ടറാണ്, നിങ്ങളുടെ ജില്ലയിൽ ഇന്ന ഒരു പ്രശ്നം സംഭവിച്ചു, ഇവിടെ ഇന്ന കാര്യങ്ങളുണ്ട്, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള കേസ് സ്റ്റഡീസ്, ഒരു സാഹചര്യം തന്നിട്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് നടപടി എടുക്കും എന്നൊക്കെ അറിയാനുള്ള ചോദ്യങ്ങളാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ഒരു ആൾക്ക്, ഈ ഒരാള് എക്സാം എഴുതുന്ന ഒരു ആസ്പിരന്റ് എത്രത്തോളം ഒരു IAS ഓഫീസർ ആവാൻ അല്ലെങ്കിൽ ഒരു IPS ഓഫീസർ ആവാൻ യോഗ്യനാണ്, എത്രത്തോളം അതിന് സ്യൂട്ടബിൾ ആണ് എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പേപ്പറാണ് ഈ എത്തിക്സ് പേപ്പർ. അപ്പൊ ഞാൻ ഉണ്ടല്ലോ, ഇതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ്: ഐഡന്റിഫൈ 10 essential values that are needed to be an effective public servant, describe the ways and means to prevent non-ethical behavior in public servants. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ പേപ്പറിൽ കാണും. അപ്പൊ നമ്മൾ 5 സ്കോറിംഗ് പേപ്പർ ഡിസ്കസ് ചെയ്തു, SAയും 4 GSഉം. ഇനിയുള്ള 6ാമത്തെയും 7ാമത്തെയും പേപ്പർ ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. ഓപ്ഷണൽ സബ്ജക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി ലെവലിലുള്ള സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ ഡിഗ്രിന്റെയും PGന്റെ ഇടയിലാണ് ഇതിന്റെ ഒരു സിലബസ് വരിക. അപ്പോൾ ഒരുപാട് ഓപ്ഷണൽ സബ്ജക്ട് UPSC പറയുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ഉണ്ട്, മെഡിസിൻ ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, മലയാളം പോലുള്ള ഭാഷകളുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഏത് സബ്ജക്ട് കൊടുക്കാം, ഓപ്ഷണൽ സബ്ജക്ട് ആയിട്ട് ഒരു സബ്ജക്ട് ആണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് കൊടുക്കാം. അപ്പൊ ഞാൻ ഡിഗ്രി കെമിസ്ട്രി ആണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ എനിക്ക് കെമിസ്ട്രി തന്നെ എടുക്കണമെന്നില്ല, എനിക്ക് മലയാളമോ പൊളിറ്റിക്കൽ സയൻസോ ഏത് കൊടുക്കാം. അപ്പൊ ഞാൻ കെമിസ്ട്രി ആണ്, ഡിഗ്രി PG പൊളിറ്റിക്കൽ സയൻസ് ആണ്, ഞാൻ സിവിൽ സർവീസിന് എഴുതിയിരുന്നത് മലയാളം പേപ്പറാണ്. ഏത് പേപ്പർ കൊടുക്കാം? എടുത്ത സബ്ജക്റ്റിൽ 2 പേപ്പർ ഉണ്ടായിരിക്കും, പേപ്പർ 1ഉം പേപ്പർ 2. രണ്ടും 250 മാർക്കാണ്. പൊതുവെ അത് പേപ്പർ 1 ഒരു തിയറി പാർട്ടും പേപ്പർ 2 ഒരു പ്രാക്ടിക്കൽ പാർട്ട്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ എഴുതാനുള്ളത് തന്നെയാണ്, പക്ഷേ ഒരു അപ്ലിക്കേഷൻ ലെവൽ പാർട്ട് എന്നൊക്കെ നമുക്ക് പേപ്പർ 2നെ വിളിക്കാം. അപ്പൊ മലയാളം എനിക്ക് അറിയുന്നതുകൊണ്ട് മലയാളത്തിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേപ്പർ 1 മലയാള സാഹിത്യ ചരിത്രമുള്ളത്. പേപ്പർ 2ലേക്ക് വരുമ്പോൾ കൃതികൾ, ഈ സാഹിത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോരോ കൃതികളാണ് നമുക്ക് പേപ്പർ 2 പഠിക്കാനുള്ളത്. അപ്പൊ ഈ തരത്തില് 250 മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ പേപ്പറുകളാണ് മെയിൻസ് എന്ന് പറഞ്ഞാൽ 9 എണ്ണം ഉണ്ട്, 2 എണ്ണം ക്വാളിഫയിങ് ആണ്, ബാക്കി 7 എണ്ണം സ്കോറിംഗ് ആണ്. 1750 മാർക്കിന് അതിന്റെ ഒരു 45% മാർക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ 40-45% മാർക്ക് കിട്ടിയാൽ നിങ്ങൾ മെയിൻസ് ക്ലിയർ ചെയ്യും. മെയിൻസ് ഈ പറഞ്ഞ 12,000 ആളുകൾ മെയിൻസ് എഴുതുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 3000, അറൌണ്ട് 3000 ആളുകളെയാണ് നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റിലേക്ക് വിളിക്കുക. UPSC ഇതിനെ ഇന്റർവ്യൂ എന്നല്ല പറയുന്നത്, UPSC ഉപയോഗിക്കുന്ന ടേം പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നുള്ളതാണ്. ഇതുവരെയുള്ള പ്രിലിംസിനും മെയിൻസിനും ഉള്ള പോലുള്ള ഒരു സിലബസ് പേഴ്സണാലിറ്റി ടെസ്റ്റിന് ഇല്ല. പേഴ്സണാലിറ്റി ടെസ്റ്റിന് നിങ്ങളോട് ഏത് ചോദ്യവും പ്രതീക്ഷിച്ചിട്ട് വേണം നിങ്ങൾ ഈ സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലോട്ട് പോകാൻ. പക്ഷെ സാധാരണ മെയിൻസ് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന്റെ മുന്നേ ഒരു ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുണ്ടായിരിക്കും. ആ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മുടെ ഹോബി, ഇൻട്രസ്റ്റുകൾ, നമ്മുടെ ഇതുവരെ ഉണ്ടായിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കും. ആ ബയോഡാറ്റ വെച്ചിട്ടാണ് സാധാരണ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡിഗ്രി കെമിസ്ട്രിയും PG പൊളിറ്റിക്കൽ സയൻസും ആണ്. അപ്പോൾ എന്നെ കൺസിഡർ ചെയ്തിരുന്നത് ഒരു പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡന്റ് ആയിട്ടാണ്. പക്ഷെ എന്നോട് ക്വസ്റ്റ്യൻസ് ഒക്കെ കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നാണ് വന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ബയോഡാറ്റയുമായി ബന്ധപ്പെട്ട് ചുറ്റിക്കറങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ അതേപോലെ തന്നെ എന്നോട് പിന്നെ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്,
നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കോഴിക്കോട് ഉരു എന്ന് പറഞ്ഞ കപ്പലുണ്ടല്ലോ, അത് എങ്ങനെ ഉണ്ടാക്കുന്ന അതിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മോടുമായി കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സാധാരണ ഇന്റർവ്യൂവിന് പ്രതീക്ഷിക്കേണ്ടത്. 275 മാർക്കിനാണ് ഇന്റർവ്യൂ. 1750 മെയിൻസും 275 ഇന്റർവ്യൂയും കൂടി കൂട്ടി ടോട്ടൽ 2025 ടോട്ടൽ മാർക്ക് ഇടുക. 1100ന്റെയും 950ന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ പേരുണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 1100ന്റെ മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ ടോപ്പ് 100ന്റെ ഉള്ളിൽ മാർക്ക് ഉണ്ടാവും, റാങ്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ റാങ്കിനനുസരിച്ചാണ് നിങ്ങൾ IAS ആണോ IPS ആണോ IFS ആണോ എന്നൊക്കെ തീരുമാനിക്കുക. 2 ഘടകങ്ങളുണ്ട് റാങ്കിനനുസരിച്ച് തീരുമാനിക്കാനുള്ളത്. അതായത് കേഡറും ഉണ്ട്, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഏത് സർവീസ് വേണം എന്നുള്ളതുണ്ട്. ഇപ്പൊ കേഡർ എന്ന് പറയുമ്പോൾ ഓരോ IAS IPS ഓഫീസർമാരെ കേഡർ അലൊക്കേഷനാണ് കൊടുക്കുക. കേരള കേഡർ, തമിഴ്നാട് കേഡർ, ഓരോ സംസ്ഥാനമാണ് ഓരോ കേഡർ എന്ന് പറയുന്നത്. അപ്പൊ ആ കേഡറും നമ്മുടെ സർവീസും തീരുമാനിക്കുന്നത് നമ്മുടെ റാങ്ക് ആണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കേഡറിന്റെ ഒരു ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ തന്നെ നമുക്ക് കൊടുക്കാനുണ്ട്. അതേപോലെ IAS IPS IFS പോലുള്ള സർവീസുകളിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് തന്നെ ഓപ്ഷൻസ് കൊടുക്കാനുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ IAS കേരള കേഡർ ആണെങ്കിൽ പോലും നമുക്ക് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ടുള്ള സർവീസും ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ടുള്ള കേഡറൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ താഴേക്കുള്ളതായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ എന്തായാലും അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ പരീക്ഷ എന്താണെന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ തുടർച്ചയായിട്ട് ഏതൊക്കെ ബുക്കുകൾ വായിക്കണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ വരുന്ന ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക്